നമ്മൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കോഴ്സിന് ശേഷം അല്ലെങ്കിൽ ആ കോഴ്സിനോടൊപ്പം പിന്നീട് നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുമ്പോൾ രണ്ടും ഒരേ രീതിയിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. നിലവിൽ വളരെയധികം ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കൺട്രീസാണ്. എന്താണ് കുട്ടികൾക്ക് വേണ്ടത് രാദർ ദാൻ ഒരു ക്ലാസ് റൂം ട്രെയിനിങ് അല്ലാതെ ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ ആണ് കിട്ടുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പസ് ഇൻ്റർനാഷണൽ. +2 കഴിഞ്ഞ എല്ലാ കുട്ടികൾക്കും പാരൻസിന് ഒരേപോലെയുള്ളൊരു ഡൗട്ടാണ്, ഏത് കോഴ്സ് പഠിക്കണം, എന്ത് പഠിക്കണം, എത്ര ചിലവാകും, ഇന്ത്യയിൽ പഠിക്കണോ അതോ വിദേശത്ത് പഠിക്കണോ എന്ന്. സ്റ്റഡി അബ്രോഡ് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോൾ +2ന് ശേഷം നമ്മുടെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സസ്, യൂണിവേഴ്സിറ്റീസ്, കൺട്രീസ് അല്ലെങ്കിൽ ഒരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഏതൊരു കൺട്രിയിൽ നമ്മളൊരു കോഴ്സ് എടുക്കുന്നതിന് മുമ്പേ നമുക്ക് ആ കോഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ആ കൺട്രീനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ഐഡിയ വേണം. നമ്മൾ ഏത് കോഴ്സ് ചെയ്യുന്നു, അതിൻ്റെ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് എന്താണ്, ഇതൊക്കെ നമ്മളൊരു റിസർച്ച് ചെയ്തിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ ഇന്ന കോഴ്സ് എടുക്കാം, നമ്മൾ ആ കോഴ്സിലേക്ക് പോവാതെ നിങ്ങൾക്കെന്ന് ഞാൻ ഉദ്ദേശിച്ച ആ സ്റ്റുഡൻറ്റിനും ആ ഒരു കോഴ്സിനെ കുറിച്ച് ഒരു പാഷൻ വേണം, ഒരു ഇൻട്രസ്റ്റ് വേണം. ഒരിക്കലും ഒരു ഫോഴ്സോടെ നമ്മൾ ഒരിക്കലും ഒരു ഫോറിൻ സ്റ്റഡീസിലേക്ക് ഒരു കോഴ്സിലേക്ക് നമ്മൾ ചെന്ന് അഡ്മിഷൻ എടുക്കരുത്. എന്നാൽ മാത്രമേ ആ കോഴ്സിന് ശേഷം അല്ലെങ്കിൽ ആ കോഴ്സിനോടൊപ്പം പിന്നീട് നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുമ്പോൾ രണ്ടും ഒരേ രീതിയിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. നിലവിൽ വളരെയധികം ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കൺട്രീസാണ് UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ആൻഡ് ജർമ്മനി. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ UK കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബാച്ചിലേഴ്സ് സാൻഡ്വിച്ച് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. സാൻഡ്വിച്ച് പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ അത് UK മാത്രമുള്ള ആ സിസ്റ്റം. സാൻഡ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ അവിടെ ബാച്ചിലേഴ്സ് 3 ഇയർ ആണ്. നമുക്ക് സെക്കൻഡ് ഇയർ കഴിയുമ്പോൾ തന്നെ, അതായത് സെക്കൻഡ് ഇയറിൻ്റെ തേർഡ് ഇയറിൻ്റെ നടുക്ക് നമുക്കൊരു പ്ലേസ്മെൻറ്റ് കോഴ്സ് അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് ടൈമാണ് ആ കുട്ടികൾക്ക് കിട്ടുന്നത്. ഈ ഒരു ടൈമിൽ കുട്ടികൾക്ക് അവിടെയുള്ള റിയൽ ടൈം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എംപ്ലോയറുടൊപ്പം എന്താണ് അവിടുത്തെ UK ഒരു വർക്ക് കൾച്ചർ, ഇതൊക്കെ ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത്. സോ വാട്ട് ഹാപ്പൻസ് വൺസ് ദ സ്റ്റുഡൻറ്റ് കംപ്ലീറ്റ്സ് ആ ഒരു 3 ഇയർ ബാച്ചിലേഴ്സ് കഴിയുമ്പം തന്നെ മറ്റുള്ള കുട്ടികളോടൊപ്പം കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ദ സ്റ്റുഡൻറ്റ് ഹു ഹാവ്സ് കംപ്ലീറ്റഡ് ബാച്ചിലർ പ്രോഗ്രാം വിത്ത് സാൻഡ്വിച്ച് ഓപ്ഷൻ, ദേ ആർ ഗെറ്റിംഗ് മോർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പം പറഞ്ഞു വന്നത്, ഈ കൺട്രീസിൽ അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെ ക്ലാസിഫൈഡ് ആണ്. എന്താണ് കുട്ടികൾക്ക് വേണ്ടത് രാദർ ദാൻ ഒരു ക്ലാസ് റൂം ട്രെയിനിങ് അല്ലാതെ ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പഠിച്ച് ഇറങ്ങിയതിന് ശേഷം ഒരു സ്റ്റേ ബാക്ക് പീരീഡ് കിട്ടുന്നുണ്ട്. മിക്ക കൺട്രീസിൽ അത് ജോബ് സ്റ്റഡി വിസ ആയിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ കൺട്രീസിൽ ആ കുട്ടികൾക്ക് ആ കൺട്രി എക്സ്പ്ലോർ ചെയ്യാനും അവർക്ക് എന്താണ് ആ കൺട്രീസിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കാനും ഉള്ള ഒരു സമയമാണ് ഈ ജോബ് സെർച്ച് വിസ എന്ന് പറയുന്നത്. സോ നോർമലി വാട്ട് ഹാപ്പൻസ്, ഈ കൺട്രീസ് ഞാൻ മുമ്പ് പറഞ്ഞ കൺട്രീസിൽ ഓൾമോസ്റ്റ് ഒരു ഫൈനൽ ഇയർ ആകുമ്പം തന്നെ അത്യാവശ്യം മിടുക്കരായിട്ടുള്ള ഒരു കുട്ടികളാണെങ്കിൽ വളരെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഞാൻ ഉദ്ദേശിച്ചത് വർക്ക് ഓപ്പർച്യൂണിറ്റീസ് ആണ് കിട്ടുന്നത്. സോ ഓൾമോസ്റ്റ് 80% ഓഫ് ദ സ്റ്റുഡൻസ് വൺ ദേ ആർ ഇൻ ടു ദ ഫൈനൽ സെമസ്റ്റർ ഓർ ലാസ്റ്റ് സെമസ്റ്റർ ആകുമ്പോഴത്തേക്കിനും അവർക്ക് ഓൾമോസ്റ്റ് 90% കുട്ടികൾക്കും അവരുടെ കയ്യിൽ ജോബ് ഓഫർ കിട്ടുന്നുണ്ട്. വിദേശത്ത് വളരെയേറെ ഡിമാൻഡുള്ള ഒരു കോഴ്സ് ഏരിയ ആണ് മെഡിക്കൽ ഫീൽഡ്. അത് ഏത് രാജ്യത്ത് അല്ലെങ്കിൽ ഏത് കൺട്രീസിൽ നോക്കിയാലും മെഡിക്കൽ ഫീൽഡ്സിന് വളരെയേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ MBBS മാത്രമല്ല, നഴ്സിംഗ്, ഫിസിയോതെറാപ്പി, ഫാർമസി, ലാബ് ടെക്നോളജി, ഇങ്ങനെ ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സസ് വരുന്നുണ്ട്. ഈ കോഴ്സുകൾക്ക് മികച്ച ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് മിക്ക കൺട്രീസിലുള്ളത്. ഈ ചില കോഴ്സിലേക്ക് വരുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ UK നമ്മൾ 1 ഇയർ പഠിക്കുമ്പോൾ തന്നെ സെക്കൻഡ് ഇയർ നമുക്ക് പ്ലേസ്മെൻറ്റ് വരുന്നുണ്ട്. അതേപോലെ കാനഡയുടെ വരുമ്പോൾ നമുക്ക് പ്രോഗ്രാം വരുന്നത്. ഞാൻ മുമ്പേ UK ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സാൻഡ്വിച്ച് പ്രോഗ്രാമിനെ കുറിച്ച്. കാനഡയിൽ വരുമ്പോൾ പല മെഡിക്കൽ കോഴ്സസും അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സസ് കോപ്പോട് കൂടി തന്നെ വരുന്നതാണ്. ഈ കോപ്പിൻ്റെ പ്രത്യേകത കാനഡയിൽ വരുമ്പം മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് നോക്കുക, കോപ്പ് കഴിഞ്ഞ കുട്ടികൾക്ക് കുറച്ചും കൂടെ കാനഡയിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത്. +2ന് ശേഷം
മികച്ച ഒരു കരിയർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ മറ്റൊരു കോഴ്സ് ഏരിയ ആണ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ്. ഇതിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, ഡാറ്റ സയൻസ്, AI എന്നീ കോഴ്സുകൾക്ക് വിദേശത്ത് വളരെയേറെ ഡിമാൻഡുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിന്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫോറിനിലൊരു ഡിഗ്രി ഹോൾഡർ, അതൊരു ഇന്ത്യൻ സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ഒരു ഫോറിൻ സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, എപ്പോഴും ഒരു ഡിമാൻഡ് കൂടുതൽ വരുന്നത് നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ്. ബിക്കോസ് കുറച്ചും കൂടെ ഒരു ക്രിയേറ്റീവ് തിങ്കിങ്, ഒരു ഇന്നോവേറ്റിംഗ് തിങ്കിങ് നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മിക്ക IT കമ്പനിയുടെ ഹെഡ് പൊസിഷൻസിൽ വരുന്നത് നമ്മുടെ ഇന്ത്യൻസ് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്തത് മെഡിക്കൽ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസിന് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ്. ഈ പ്രോഗ്രാംസ് അല്ലാതെ തന്നെ ഇനിയും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കോഴ്സസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം കുട്ടി +2 എന്താണ് പഠിച്ചത്, അതിൽ ഓരോ സബ്ജക്ട്സിനുള്ള കുട്ടിയുടെ സ്കോർ എന്താണ്, കുട്ടിയുടെ ഇൻട്രസ്റ്റ് എന്താണ്, കുട്ടിയുടെ ഫിനാൻസ് എന്താണ്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ പറയാനുള്ളത്, നിങ്ങൾ ഏത് കോഴ്സോ ഏത് കൺട്രിയോ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പം നിങ്ങളൊരു അഡ്വൈസ് എടുക്കുന്ന ഒരു ഏജൻസി അത് സർട്ടിഫൈഡ് ആണോ, അവിടെയുള്ള കൗൺസിലർ സർട്ടിഫൈഡ് ആണോ എന്നുള്ളതും കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഗൈഡൻസ് വഴി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കരിയറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. സ്റ്റഡി അബ്രോഡ് റിലേറ്റഡ് ആയിട്ട് എന്ത് ക്വറീസും ആയിക്കോട്ടെ, ഫോർ എക്സാമ്പിൾ കോഴ്സ്, കൺട്രി, ഫിനാൻസ്, ഇനി പോസ്റ്റ് ലാൻഡിങ് അസിസ്റ്റൻസ് അല്ലെങ്കിൽ വിസ പ്രോസസ്സിങ്, എന്ത് ഡൗട്ട്സും ആയിക്കോട്ടെ, കോമ്പസ് ഇൻ്റർനാഷണലിൻ്റെ സർട്ടിഫൈഡ് കൗൺസിലറുമായിട്ട് നിങ്ങൾക്കത് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഞങ്ങളുടെ ഹോട്ട്ലൈൻ നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യാം.